ഇന്നത്തേത് കുഴക്കും പരുത്തൊന്നും ചെയ്യാണ്ട് നമുക്ക് ചൂട് ചായയുടെ കൂടെ ഈ നല്ല മഴയുള്ള ഒരു സമയത്ത് വൈകുന്നേരങ്ങളിലോട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും വേഗത്തിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ്, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ ഒരു സവോള ഒരു പകുതിയോളം ഒന്ന് റെഡിയായിട്ട് കിട്ടിയാൽ ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ഇത് 4 കൂടി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഞാനിതാ 2 ചെറിയ തക്കാളി ചെറുതാക്കിയിട്ട് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ്, അതും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിൻ്റെ ശേഷം ഈ തക്കാളി കൂടി നമുക്കൊന്ന് വേവാക്കിയെടുക്കാം. ഇപ്പോൾ തക്കാളി കൂടി ഒന്ന് വേവായ സമയത്ത് ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്, അതൊന്ന് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ബീഫാണ്. ഉപ്പിട്ടിട്ട് വേവാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബീഫ് പിച്ചെടുത്തിട്ടുണ്ട്, അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ബീഫിന് പകരം ചിക്കൻ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത സമയത്ത് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല അരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ട്, ഒരുപാട് മസാലകളില്ലാത്ത രീതിയിലാണ് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു കിടിലൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഞാനിതാ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ഒന്ന് മിക്സാക്കി എടുത്തതാണ്, 1 കപ്പ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സെയിം കപ്പിൽ 1 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ 2 കോഴിമുട്ടയും അതുപോലെ തന്നെ ആ 1 കപ്പ് പാലും വെള്ളവും മിക്സ് ആക്കിയത് കറക്റ്റ് ഇതിലേക്ക് വെള്ളമുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് വേണ്ടത്. ചെറുതായിട്ട് ചൂടായിട്ടുള്ള പാനിലോട്ട് നമുക്ക് ഇതിൽ നിന്നും ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. വേഗത്തിൽ നമ്മുടെ ഒരു ദോശ റെഡിയായിട്ട് കിട്ടും. ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിത് പാനിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി മുഴുവനായിട്ട് തന്നെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു ദോശ എടുത്തിട്ട് അതിൻ്റെ നടുവിലേക്കായിട്ട് നമുക്ക് കുറച്ച് അധികം തന്നെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. 2 സൈഡിൽ നിന്നും നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനിയിപ്പോൾ മറ്റേ സൈഡിൽ നിന്നും നമുക്കിതുപോലെ ഒന്ന് റോളാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി കൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇത് മുഴുവനായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടായിട്ടുള്ള പാനിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഇതുപോലെ തേച്ചെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്, ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കേട്ടോ, ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തും എടുക്കാവുന്നതാണ്. നമുക്ക് ഓരോരോ സ്നാക്സ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും നമ്മളിതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ നമ്മുടെ ഒരു സ്നാക്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ട് നിങ്ങൾ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. ഓക്കെ.